സൂപ്പർ നൈറ്റിന്റെ ഒരു പുതുപുത്തൻ ചിരി അരങ്ങിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. അതെ, വളരെ സന്തോഷത്തോടെ ഭയങ്കര എനർജിയോടെ ലെറ്റ്സ് സ്റ്റാർട്ട് എ ന്യൂ എപ്പിസോഡ് ഓഫ് കോമഡി സൂപ്പർ നൈറ്റ്. ദേവിക, അപ്പൊ ഇന്ന് നമ്മുടെ സുരാജ് ചേട്ടൻ എത്തിയിട്ടില്ല. അതെ, ഷൂട്ടിംഗ് ഒക്കെ ആയിട്ട് കുറച്ച് തിരക്കിലാണ്. അപ്പൊ നമുക്ക് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? നമുക്ക് മാനേജ് ചെയ്യാം, കുഴപ്പമില്ല. സുരാജ് ചേട്ടൻ ഞങ്ങള് അഡ്ജസ്റ്റ് ചെയ്യാലോ അല്ലേ തൽക്കാലം. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് സ്വാഗതം ചെയ്യാം. നമ്മുടെ ഇന്നത്തെ അതിഥിയെ സ്വാഗതം ചെയ്യാം. അയ്യോ, തുടങ്ങല്ലേ, ഞാൻ എത്തിയിട്ടില്ല. തുടങ്ങല്ലേ വിളിച്ചില്ലല്ലോ അശ്വതി. അയ്യോ, ഞാൻ ഗസ്റ്റ് അല്ല, പിന്നെ ഞാനാണ് ആങ്കർ. ആങ്കറോ? പിന്നെ ഇന്നത്തെ പ്രോഗ്രാം ആങ്കറാണ് ഞാനല്ലേ. പിന്നെ ഞങ്ങള് മുമ്പ് 2-3 പ്രാവശ്യം ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്, സുരാജൊക്കെ വന്നിട്ടുണ്ട്. കോമഡി സൂപ്പർ നൈറ്റിനൊക്കെ എന്നെ കൊണ്ട് പറയിപ്പിച്ചു നോക്കി. അപ്പൊ അത് പുറത്തിറങ്ങി പറഞ്ഞു വളരെ മനോഹരമായിട്ട് പറഞ്ഞിട്ട് ചേട്ടാ, എനിക്ക് എന്തെങ്കിലും തിരക്ക് വരുമ്പോ ചേട്ടൻ അവതരിപ്പിച്ചോന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നോട് വാക്ക് തന്ന പിന്നെ ഞാൻ കുറെ സാധനങ്ങളൊക്കെ അവന് വാങ്ങിച്ചു കൊടുത്ത് ഇവിടെ വേറെ വരാൻ വേണ്ടിട്ട്. അപ്പൊ ഇന്നലെ ഞാൻ വീട്ടിൽ കിടന്ന് ഒരു പണിയിലാണ് കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഒരു അശരീരി, ഒരു ദൈവവിളി, ഉൾവിളി എന്നൊക്കെ പറയൂലേ, അതുപോലെ ഒരു എന്താണ് എക്കോ കിട്ടൊരു സൗണ്ട്, സുരാജിന്റെ സൗണ്ട് ദൈവത്തിനെ പോലെ വന്നാക്കണ്. അപ്പൊ എന്നോട് പറഞ്ഞ്, ചേട്ടൻ ഞാൻ നാളെ ഉണ്ടാവാൻ സാധ്യത കുറവാണ്, ചേട്ടനൊന്ന് ഒരു ഷർട്ടും ഒരു പാന്റും ഒരു ഷൂ ഒക്കെ വാങ്ങിച്ചിട്ട് കോമഡി സൂപ്പർ നൈറ്റിന്റെ പുറകിൽ ഞാൻ ചെന്ന് നിന്നോ, ആങ്കർ ചെയ്യാനായിട്ട് ചിലപ്പോൾ സാധ്യത ഉണ്ടാവുമെന്ന് പറഞ്ഞു. അതെ അതെ, അതുകൊണ്ട് ആ ഉൾവിളി കൊണ്ട് വന്നാണ്. വളരെ നന്നായിട്ട്. അപ്പൊ ഇന്നത്തെ ഗസ്റ്റ് നമുക്ക് തുടങ്ങാനോ കുഴപ്പമൊന്നുമില്ല. വെയിറ്റ്, ഇത് മാത്രം പോലും ചേട്ടാ, ഇങ്ങനെ ഈ ടീഷർട്ടും ജീൻസും അതൊക്കെ ഓക്കെ. എനിക്കറിയാം, സംസാരിക്കാനല്ലേ. പ്രിയമുള്ളവരെ, കോമഡി സൂപ്പർ നൈറ്റ് അതുമല്ല ചേട്ടാ, പിന്നെ ഒരു ഇവിടെ ചില നിയമങ്ങളൊക്കെ ഉണ്ട്. നമുക്കൊരു കോട്ടൊക്കെ ഇട്ട ആ ഒരു സുരാജ് നിക്കണ പോലെയല്ലേ, ഞാൻ അത് കൊണ്ടുവന്നിട്ടുണ്ട്, ഞാൻ മാറ്റിട്ടുണ്ട്. അതൊക്കെ ഒരു വെറൈറ്റിയിലൊക്കെ വരുമോ, അത് വിളിക്കട്ടെ. കോട്ട് റെഡിയല്ല, കമാൺ. കണ്ടം വെച്ചൊരു കോട്ടാണ്, പണ്ടേ കിട്ടിയ കോട്ടാണ്, മമ്മദ് കാക്കടെ കോട്ടാണ്, ഇത് നാട്ടിൽ മുഴുവൻ പാട്ടാണ്. കണ്ടം വെച്ചൊരു കോട്ടാണ്, പണ്ടേ കിട്ടിയ കോട്ടാണ്, മമ്മദ് കാക്കടെ കോട്ടാണ്, ഇത് നാട്ടിൽ മുഴുവൻ പാട്ടാണ്. തൊഴിലാളികളെ കൊള്ളയടിക്കണ മുതലാളികളുടെ കോട്ടല്ല, കഷ്ടത പെരുകിയ സാധുജനങ്ങളുടെ കണ്ണീരൊപ്പുന്ന കോട്ടാണ്. തൊഴിലാളികളെ കൊള്ളയടിക്കണ മുതലാളികളുടെ കഴിഞ്ഞു അല്ലേ? അതെ ദേവിക, അപ്പൊ എന്തായാലും ഇത്ര കഷ്ടപ്പെട്ട് ചേട്ടൻ എന്നോട് പറഞ്ഞത് വേറൊരു കാര്യം എന്ന് വെച്ചാല്, സുരാജ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അണ്ണാ ഇവിടെ വരുമ്പോ വേറെ വലിയ കാര്യങ്ങളൊന്നും ചെയ്യൊന്നും വേണ്ട, 2 സുന്ദരികളായ പെൺകുട്ടികളുണ്ട്, അവർക്ക് കണ്ണ് കിട്ടാണ്ടിരിക്കാൻ ചേട്ടൻ സെന്ററിൽ വന്നിങ്ങനെ നിന്നാ മതി എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് പറഞ്ഞത് ശരിയല്ല. 2 സുന്ദരികളല്ല, ചെകുത്താനും കടലിൽ നടക്ക് നിൽക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു. അതൊക്കെ നിങ്ങൾ തന്നെ തീരുമാനിക്കണം, ചെകുത്താൻ ആരാണ് കടൽ ആരാണെന്ന്. ഏതായാലും ഞാൻ വന്ന് തുടങ്ങാം. ബിജേട്ടൻ എന്തായാലും കോട്ടൊക്കെ ഇട്ട് ഡാൻസേഴ്സിനെയൊക്കെ സംഘടിപ്പിച്ച് ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വന്ന് നിൽക്കുകയാണ്. പക്ഷെ എന്തായാലും അതിൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ബിജേട്ടനെ പോലെ ഒരാളെ നമ്മുടെ കൂടെ ഹോസ്റ്റ് ആയിട്ട് കിട്ടിയല്ലോ. അതെ, ഒരുപാട്. അപ്പൊ ബിജേട്ടൻ ആദ്യത്തെ സ്വാഗതം. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ഇന്നത്തെ അതിഥിയെ സ്വാഗതം ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ ഒരു ഗോസ്റ്റ് ആയിട്ട് മലയാള സിനിമയിൽ വന്ന ഒരാളാണ് ഇന്ന് നമ്മുടെ ഗസ്റ്റ് ആയിട്ട് വരാൻ പോകുന്നത്. അല്ല, ഈ ഗോസ്റ്റ് ആയിട്ട് വന്ന ആൾക്കാരൊക്കെ ഗസ്റ്റ് ആയിട്ട് വന്നാൽ പണി കിട്ടുമോ? ഇല്ലല്ലോ, ഒരു കുഴപ്പമില്ല. അപ്പൊ നമുക്ക് സ്വാഗതം ചെയ്യാം യക്ഷിയും ഞാനും എന്ന ചിത്രത്തിലൂടെ മലയാളികളുടെ പ്രിയ നായികയായി മാറിയ മേഘ്ന രാജ്. झुका के कर सलाम है शाम शानदार, आसमां से आ गिरी है शाम शानदार, चक दे अंधेरा चांद जला दे बल्ब बना के, फिक्र न करियो करना भी क्या है बिजली बचा के, सारे आम पिला खुशी के जाम शानदार, आसमां से आ गिरी
നമസ്കാരം. ഒരാളുണ്ട്. അപ്പൊ നമ്മുടെ പ്രിയങ്കരിയായ മേഘ്ന ഇവിടെ എത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ എന്ന നരേൻ നായകനാവുന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങളുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. അപ്പൊ പറയൂ, എന്താണ് ഹല്ലേലൂയയുടെ വിശേഷങ്ങൾ? ഹല്ലേലൂയ വന്ന നമ്മൾ ഈ എൻറ്റയർ ടീം ഹല്ലേലൂയ ടീമുക്ക് വളരെ സ്പെഷ്യൽ ഫിലിം. ഫസ്റ്റ്ലി നമ്മുടെ ഡയറക്ടർ സുധി ചേട്ടാ ഇത് അവരുടെ ആദ്യത്തെ ഫിലിമാണ്. സോ ഹീസ് റിയലി കെപ്റ്റ് ഹിസ് ഹോപ്സ് ഓൺ ദിസ് ഫിലിം. ആൻഡ് നരേൻക്കും എനിക്കും ഇറ്റ് ഈസ് എ വെരി വെരി ഇൻട്രസ്റ്റിംഗ് ആൻഡ് I can say it is a film which is going to get us some more light because I think Malayalatile ഞങ്ങൾ രണ്ടുപേർക്കും we have had 1 year gap before we have had any releases. Okay. So this becomes a very important film for us, a very special film. And as everybody knows, Hallelujah one or emotional drama and it's about nostalgia basically. Our childhood ഓർമ്മകൾ, memories and very little things in life what makes us happy. So that is what Hallelujah is all about. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഇത്രയും നേരം പറഞ്ഞത് എനിക്ക് മനസ്സിലായിട്ടില്ല സത്യം പറഞ്ഞാല്. അല്ല ഞാൻ വേറെ ഒന്നുമല്ല, ഇംഗ്ലീഷും ഞാൻ പഠിച്ച ഇംഗ്ലീഷായിട്ട് ഇത്തിരി വ്യത്യാസമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ ഹല്ലേലൂയ എന്ന് പറഞ്ഞ സിനിമ പള്ളി ആയിട്ട് അല്ലെങ്കിൽ പള്ളി മേട അല്ലെങ്കിൽ പള്ളി അച്ഛൻ ബൈബിളായിട്ടൊക്കെ ബന്ധമുള്ളൊരു സിനിമയാണോ അല്ലെങ്കിൽ സ്വത്രം ഹല്ലേലൂയ സ്വത്രം അങ്ങനത്തെ ഒരു സിനിമയാണോ? അല്ല നമ്മ അറിയുന്ന രീതിയിൽ ചോദിക്കണ്ടേ ആണോ? ഇതിലെ ബസിന്റെ പേര് വന്ന ഹല്ലേലൂയ. So ഞാൻ പല സിനിമകളും കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമ എന്ന് പറഞ്ഞാൽ യക്ഷിയും ഞാനും എന്നുള്ള സിനിമയാണ്. അതിനകത്ത് അല്ല ഞാൻ കരുതിയത് ആ സിനിമ കഴിഞ്ഞിട്ട് നമ്മുടെ ഇവിടെ ഈ ഫ്ലോറിൽ വരുമ്പോൾ എനിക്ക് യക്ഷിയുടെ പോലെ രൂപത്തിൽ വരുമെന്നൊക്കെയാണ് കരുതിയത്. ഞാൻ പറയട്ടെ, ഈ സത്യം പറഞ്ഞാൽ ഈ മലയാള സിനിമയിൽ യക്ഷികളെ എടുക്കുമ്പോൾ യക്ഷികളുടെ റോൾ എടുക്കുമ്പോൾ എല്ലാവരും വൈറ്റ് മറ്റേ സാരിയാണ്. ഇതിന് മാത്രം വൈറ്റ് സാരിയും ഈ ട്രെയിലർമാരൊക്കെ എവിടെ നിന്ന് കിട്ടുന്നത്? അതിനകത്ത് വൈറ്റ് സാരി അല്ലേ എടുത്താണത്? ഇല്ല, അതിൽ വൈറ്റ് സാരി അല്ല, വൈറ്റ് ഗൗൺ ആണ്. അല്ല ഇങ്ങനെ ഇടുന്നതിന് പകരം ഇങ്ങനെ ഇട്ടാക്കുന്നു, അത്രയല്ലേ വൈറ്റ്? അതെനിക്ക് I don't understand why all the yakshis should wear white. ഈ ചോര വലിച്ച് ഊറ്റുന്ന ആൾക്കാരെല്ലാം ഇടുന്ന ഡ്രസ്സ് ഈ വൈറ്റ് ആണ്. ഇപ്പൊ നഴ്സുമാര്, രാഷ്ട്രീയക്കാര്, ഇവരെല്ലാം അല്ലേ? അപ്പൊ മേഘ്ന നമ്മുടെ സൗത്ത് ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക ലാംഗ്വേജസിലും അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ മലയാളം പൊതുവെ നല്ല ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ലാംഗ്വേജ് ആണെന്നുള്ളത് നമുക്കും അറിയാം. എങ്ങനെ പഠിച്ചെടുത്തു? Initially ഞാൻ when I started shooting for Malayalam films, എനിക്ക് the only thing I learned was എനിക്ക് വെള്ളം വേണം. എനിക്ക് വെള്ളം അത് കറക്റ്റ് ആണ്. സത്യം പറഞ്ഞാൽ ആരും പറയാത്തൊരു ആരും എടുക്കാത്ത ഒരു കാര്യമാണ് പുള്ളി പഠിച്ചാണ്. ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമാണ് എനിക്ക് വെള്ളം വേണം. ഈ ഫ്ലോറിൽ ഏറ്റവും അത്യാവശ്യമുള്ള ഒരു സംഭവമാണ് എനിക്ക് വെള്ളം വേണം. കാരണം ഈ ഫ്ലോറിൽ വന്നവരൊക്കെ വെള്ളം കുടിക്കും. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാം എനിക്ക് വെള്ളം വേണം. അപ്പൊ പറയൂ, അത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ യക്ഷിയും ഞാനും നല്ല നല്ല ഫിലിംസ് കിട്ടി. സോ ഐ കുഡ് നോട്ട് ഗൂഫ് അപ്പ് മൈ ക്യാരക്ടർ. സോ I had to learn the language and settle, I used to like discuss with my co-stars and the director. Of course I can't read and write, പക്ഷേ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും, നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളിപ്പോ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. എന്ത് ചെയ്തേനെ? അതെ, മലയാളം മാത്രം സംസാരിക്കാൻ ഒന്ന് ശ്രമിക്കാമോ? ഞാനിവിടെ വെറുതെ നിൽക്കുന്നതാണ്. മലയാളം മാത്രം സംസാരിക്കുക, വേറെ ലാംഗ്വേജിലുള്ള വേർഡ്സ് ഒന്നും യൂസ് ചെയ്യാതെ. I didn't understand that. മനസ്സിലായില്ല എന്ന് പറയണു. ഇതുവരെ പറഞ്ഞതൊക്കെ മനസ്സിലായി, ഇത് മാത്രം മനസ്സിലായില്ല. അയ്യോ, മലയാളം മലയാളം സ്പീക്കർ. ഇത് മനസ്സിലായി. This is the best language, when you don't say anything and you just do that and all. I understood. നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയാലോ? വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിൽ ആരൊക്കെയുണ്ട്? ഓ, വീട്ടിൽ ആരൊക്കെയുണ്ട്? കുറച്ച് സ്ലോ ആയിട്ട് ചോദിച്ചു. വീട്ടിൽ ആരൊക്കെയുണ്ട്? ഓക്കെ, വീട്ടില് ഞാനും അച്ഛൻ, അമ്മ, പിന്നെ എന്റെ 2 നായ്ക്കുട്ടികൾ. എന്താ പഠിച്ചതൊക്കെ? ഞാൻ പൊളിറ്റിക്കൽ സയൻസിലെ ഗ്രാജുവേറ്റ്. പൊളിറ്റിക്കൽ സയൻസ് എങ്ങനെ മലയാളത്തിൽ രാഷ്ട്രീയക്കാരെന്ന് പറയാം. രാഷ്ട്രീയ ശാസ്ത്രത്തില് എനിക്ക് ഇപ്പൊ ഗ്രാജുവേറ്റ് എന്താണ് പറയുന്നത്? ഗ്രാജുവേഷൻ ബിരുദധാരി അല്ലെങ്കിൽ ബിരുദം എടുത്തു. രാഷ്ട്രീയ ശാസ്ത്രത്തില് എനിക്ക് ബിരുദം കിട്ടി. പിന്നെ ഇങ്ങോട്ട് എങ്ങനെ വന്നത്? ഫ്ലൈറ്റിനാണോ അല്ലെങ്കിൽ ബസ്സിനാണോ കാറിനാണോ? അതെല്ലാം ആംഗ്ല ഭാഷയല്ലേ? അതെല്ലാം ആംഗലേയ ഭാഷയല്ലേ എന്നാണ് ചോദിച്ചത്. ഈ പറഞ്ഞൊക്കെ മലയാളത്തിൽ പറ. എങ്ങനെയാ വന്നത്? കാറ്റിലെ വരുന്ന പട്ട കയറി വന്ന വിമാനത്തിൽ വന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് എങ്ങനെ വന്നു? അവിടെ നിന്ന് വണ്ടിയിൽ വന്നു. നമ്മുടെ ഈ വണ്ടി കാളവണ്ടി 4 ചക്രത്തിന്റെ വണ്ടി. 4 ചക്രത്തിന്റെ വണ്ടിക്ക് വന്നു. മൊബൈൽ ഫോൺ ഉണ്ടോ?
യൂസ് ചെയ്യോ? ആണോ? എന്ത് അത് പോസ്റ്റ് പെയ്ഡ് ആണോ അല്ലെങ്കിൽ പ്രീപെയ്ഡ് ആണോ? നമ്മള് ഉപയോഗിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് കാശ് കൊടുക്കണമല്ലേ, അതുപോലെ ഫോൺ. അതാണ്. ഓ ശരി ശരി ശരി. കറക്റ്റ് അല്ലേ? എല്ലാം മനസ്സിലായി. വെറുതെ വിട്ടേക്കാല്ലേ, ഇത്രയും ട്രൈ ചെയ്തില്ലേ? നന്നായിട്ട് ട്രൈ ചെയ്തു. ശരിയായിട്ട് പറഞ്ഞു പോലെ മലയാളത്തിലെ. ഓ എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായി. അല്ല ഞാൻ ചോദിക്കട്ടെ, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ കയ്യിൽ കെട്ടിയിരിക്കണത് എന്താ? ഇതാണോ? സമയം നോക്കുന്ന ഒരു ഉപകരണം. കുന്ത്രാണ്ടം അല്ലേ? കുന്ത്രാണ്ടമോ? അല്ല അല്ല, നമ്മുടെ ഈ ജുവൽസ്ക്ക് ആഭരണം. ബിജേട്ടൻ എന്തായാലും ഇങ്ങോട്ട് കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. മേഘന ഇങ്ങോട്ട് വന്നപ്പോ പറയണ്ടായിരുന്നു ബിജേട്ടനോട് എന്തോ ചോദിക്കാനുണ്ടെന്ന്. എന്തായിരുന്നു അത്? വെള്ളമല്ല. ഞാൻ നിങ്ങൾക്ക് ഒരു ടങ് ട്വിസ്റ്റർ ചോദിക്കാം. ടങ് ട്വിസ്റ്റർ അടിപൊളി. കൊടുത്തോ. വാട്ട് ഡു യു കോൾ എ ടങ് ട്വിസ്റ്റർ ഇൻ മലയാളം? ടങ് ട്വിസ്റ്റർ നാക്ക് പൊട്ടി പോന്ന ഒരു പറയാൻ പറ്റാത്ത വാക്കുകൾ നന്നായിട്ട് പറയാം. അരിതു കുതിര അരിതു, അതിരിൽ നിൽക്കുന്ന മുതിരയെ തിന്നാൻ മുതിരരിതേ കുതിര. അരിതു കുതിര അരിതു, അതിരിൽ നിൽക്കുന്ന മുതിരയെ തിന്നാൻ മുതിരരിതേ കുതിര. അരുത് കുതിരയെ അരുത്, അതിരിൽ നിൽക്കുന്ന മുതിര തിന്നാൻ മുതിരരുത്. അത് ഇത്ര സ്ലോ ആയിട്ട് എനിക്കും പറയാൻ പറ്റില്ല. അതല്ല എല്ലാവർക്കും മനസ്സിലാവണ്ടേ? ഞങ്ങൾക്ക് മനസ്സിലായി. ഫാസ്റ്റ് ആയിട്ട് പറയണം. അരുത് കുതിര അത് കണ്ണിട്ട് കാണിച്ചാൽ പേടിപ്പിച്ച്. പിന്നല്ലേ ഒരു കാര്യം അശ്വതി പറയട്ടെ, ഒരു പ്രാവശ്യം പറയാം. അരുത് കുതിരേ, അതിര് നിൽക്കുന്ന മുതിര തിന്നരുത് കുതിരേ. ചേട്ടാ അത് ഫാസ്റ്റ് ആയിട്ട് പറയണം. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് തെറ്റാ നിങ്ങൾ പറഞ്ഞത്. ഒന്ന് ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞു. കുതിരയരുത്, അതിരിൽ നിൽക്കുന്ന മുതിരയെ തിന്നാൻ മുതിരരുതേ കുതിരേ. ഞാൻ സമ്മതിച്ചു, ഞാൻ കീഴടങ്ങി. തിരുവാതിരം കീഴടങ്ങിയിരിക്കുകയാണ്. ഏതൊക്കെ ലാംഗ്വേജിൽ അഭിനയിച്ചു? ഞാനിപ്പോ സൗത്തിലെ എല്ലാ 4 ലാംഗ്വേജിലും അഭിനയിച്ചു. എല്ലാത്തിലും അഭിനയിച്ചല്ലേ? അയ്യോ നമ്മള് മാത്രം ഈ മലയാളത്തിൽ കിടന്ന് കളിക്കണത്. എന്താ ചേട്ടാ പോയിക്കൂടെ? അല്ല എന്നെ വിളിച്ചെന്ന് ഉള്ള കാര്യം ഉണ്ടായി പറഞ്ഞത്. ഓത്തൻബാവ കഴിഞ്ഞപ്പോ എന്നെ ഒരു തെലുങ്ക് സിനിമയിൽ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചു, തെലുങ്കിൽ അഭിനയിക്കാൻ പറ്റുന്ന വെച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് മലയാളം പോലും ശരിക്കും പറയാൻ അറിയാൻ പാടില്ല. അപ്പൊ തെലുങ്കിൽ അഭിനയിക്കാൻ ഭയങ്കര പ്രശ്നമാവും. കാരണം വലിയൊരു നടന്റെ കൂടെ ത്രൂ ഔട്ട് വേഷമാണ്, വലിയ ഡയലോഗൊക്കെ ഉള്ളതാണ്. അപ്പൊ എന്നെ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവര് പറഞ്ഞ ഈ കളറും ഈ പൊക്കവും ഇതൊക്കെ വേണം നമ്മുടെ നായകന്റെ കൂടെ നടക്കാനുള്ള ഒരാൾക്ക്. കാരണം അയാൾ നല്ല ഗ്ലാമറും ഒക്കെ ഹൈറ്റ് ഒക്കെ ഉള്ള ആളാ. അപ്പൊ ചേട്ടനാകുമ്പോ നന്നായിരിക്കും എന്ന് പറഞ്ഞ്. അപ്പൊ ഈ വിളിക്കുന്ന ആളൊരു മലയാളിയാണ് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര പേടിയാവുന്നുണ്ട്, കാരണം മലയാളം തന്നെ ചെയ്തത് ഞാൻ പാടുപെട്ടാണ്. ചേട്ടൻ ഒന്നും അറിയാൻ പാടില്ല. ഞാൻ പറഞ്ഞു എനിക്ക് ഒന്നും അറിയാൻ പാടില്ല, തെലുങ്കല്ലേ. ചേട്ടൻ W എന്ന് പറയാൻ അറിയാമെന്ന് വെച്ചു എന്നോടേ. ഞാൻ പറഞ്ഞു W ഒക്കെ പറയാം, ABCD Z വരെ എനിക്ക് അറിയാം, കറക്റ്റ് ആയിട്ട് അറിയാന്ന് പറഞ്ഞു. കയറി പോന്നോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു W എനിക്ക് അറിയാന്ന് പറഞ്ഞു. കയറി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഡയലോഗൊക്കെ ഇത്രയുള്ള ഡയലോഗൊക്കെ അതിന്റെ ദീർഘം എന്തോരാണെന്ന് നമുക്ക് അതിന്റെ ആ ഒരു എന്താണ് കണ്ണിക ഡ്യൂറേഷൻ അറിയാൻ പറ്റില്ല. അത് അത്രയും W പറയാൻ പറഞ്ഞു. അപ്പൊ ഞാൻ അഭിനയിച്ചപ്പോ എന്നോട് ഒരു വലിയ സീൻ, മറ്റേ ഭയങ്കര എന്താണ് ട്രാജഡി ഉള്ള സീൻ, ആരോ മരിച്ചു കിടക്കുമ്പോ നായകനെ വിളിച്ച് ആശ്വസിക്കുന്ന സീൻ. സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ പറഞ്ഞേ. സ്റ്റാർട്ട് ക്യാമറ റോളിംഗ് സർ ആക്ഷൻ. W നിങ്ങൾക്ക് മനസ്സിലായില്ല? WW തെലുഗുല് ആക്ച്വലി മീനിങ് ഗിവ് മീ മണി. W അക്ഷരമാണത്. ആക്ച്വലി W അതെനിക്ക് മനസ്സിലായി. If you like twist it a little, you say W. So W is money. പക്ഷേ ഈ W ഒക്കെ ഡബിങ് കഴിഞ്ഞപ്പോ നല്ല കിടിലനായി. അവിടെ എന്നെ അവാർഡിന് വരെ പരിഗണിച്ചെന്നാ. ഒന്ന് ആലോചിച്ചു. അപ്പൊ ഡബിങ് എന്ന് പറഞ്ഞാൽ വളരെ എന്താണ് പറഞ്ഞാൽ വളരെ ഇപ്പൊ നമുക്കൊക്കെ ഡബ് ചെയ്യുന്ന ആൾക്കാരൊക്കെ വളരെ നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇത്ര ലാംഗ്വേജസിൽ അഭിനയിച്ചു, അറിയാത്ത കന്നഡയല്ലേ മെയിൻ കന്നഡ. ഏതാണ് ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ശരിക്കും പഠിച്ച ലാംഗ്വേജ്? മലയാളമാണോ അതോ തെലുഗു ആണോ തമിഴാണോ? ആക്ച്വലി ഇഷ്ടപ്പെട്ട് പഠിച്ച ലാംഗ്വേജ് വന്ന് മലയാളം. ബിക്കോസ് എനിക്ക് തെലുഗു തമിഴ് അച്ഛൻ വന്ന് തമിഴ് അയങ്കാർ. സോ എനിക്ക് തമിഴ് ഓൾറെഡി അറിയാം. തെലുഗു നമ്മുടെ ബാംഗ്ലൂരിലെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ലൈക്ക് a few people are Telugites. So that's I've already learned that language. So ഇഷ്ടപ്പെട്ട് പഠിച്ച ലാംഗ്വേജ് is definitely has to be മലയാളം. ഓക്കെ. നന്നായിട്ട് പാട്ട് പാടും മേഘ്ന ഒരു പാടിയിട്ടുണ്ടായിരുന്നില്ലേ? പാടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് വേണ്ടിട്ട് ഇപ്പൊ ഏതെങ്കിലും ഒരു സോങ്, ഇഷ്ടമുള്ള ഒരു സോങ് നമുക്ക് വേണ്ടിട്ട് 4 ലൈൻ. എനിക്ക് രണ്ട് ലൈൻ തന്നെ അറിയാം. സോ 2 ലൈൻസ് അറിയുള്ളൂ. മലയാളമാണോ? മലയാളം സോങ്. ശരി. പാട്ടിൽ ഈ പാട്ടിൽ ഇനിയും നീ ഉണരില്ലേ, ഒരു പാടി
നെഞ്ചിലോരും ഈ പാട്ടിൽ ഇനിയും നീ ഉണരില്ലേ. സൂപ്പർ വഴിപാട്. നമ്മൾ ശരിക്കും പറഞ്ഞാ ഇത്ര എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു ഇത്ര നന്നായിട്ട് പാടും എന്നുള്ളത്. അല്ല കറക്റ്റ് സിംഗർ പാടുന്ന പോലെ പറയണം. ഇത് മലയാളം ഇത്രയും നന്നായിട്ട് പാടാന്നെങ്കിൽ കന്നഡ നന്നായിട്ട് പാടൂലേ? അതാകുമ്പോ ഈസി ആണല്ലോ. ഓക്കെ. ಗಗನವೇ ಬಾಗಿ ಗಿರಿಯನು ದಾಟಿದ ಹಾಗೆ ಕಡಲು ಕರೆದಂತೆ ನದಿಯನು ಏಟಿಗೆ ಯಾರು ಬಂದಿರದ ಮನಸ್ಸಲ್ಲಿ ನಿನ್ನ ಆಗಮನ ಈ ದಿನ ನೀಡುವ ಮುನ್ನ ನಾನೇ ಆಮಂತ್ರಣ ಅರಿವೆ ನಿನ್ನಾರೋ ಅರಿಯುವಾನಾಗುಮೋ ಸ್ನೇಹಂ പകർത്ത് കളഞ്ഞിട്ടോ. അല്ല ബീച്ചേട്ടാ, ഞാൻ സത്യം പറയുന്നത് ഇവിടെ നമ്മൾ മ്യൂസിക് റിയാലിറ്റി ഷോന്റെ സ്റ്റേജിലാണോ നിൽക്കുന്നത് ഒരു സംശയം തോന്നിപ്പോയിട്ട്. വളരെ മനോഹരമാണ്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടാ. അപ്പൊ ഈ മലയാള പാട്ടുകളൊക്കെ കന്നഡയിൽ പാടിയില്ലേ? ഇപ്പൊ ഞങ്ങൾ മലയാളം പറയും, അത് കന്നഡയിലാക്കി പറയാമോ? ഡയലോഗ് കുറച്ച് പറഞ്ഞുതരും. ശ്രമിക്കാം. നേരാ തിരുമേനി, ഈ പച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല, ഒരു മരം പട്ടുകാരനായിരുന്നു എന്റെ അച്ഛൻ. അത്ര മതിയല്ല? മതിയല്ല? ನೋಡಿ ಗುರುಗಳೇ, ಹೌದು ನಾನು ಶಾಲೆಗೆ ಹೋಗಿಲ್ಲ. ಈ ಪಚ್ಚನ್ ನಾನು ಶಾಲೆಗೆ ಹೋಗಿಲ್ಲ. ಯಾಕೆ ಗೊತ್ತಾ? ನಮ್ಮ ತಂದೆ ಬಂದು ಒಬ್ಬ ಮರ ಕಡಿಯೋನು, ಅದಕ್ಕೆ ನನಗೆ ಹೋಗಕ್ಕಾಗಿಲ್ಲ. മനസ്സിലായി. ശരിക്കും പറഞ്ഞാൽ ഈ പച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ലെങ്കിൽ ഭയങ്കര വലിയ ഡയലോഗാ പുള്ളി വായക്കുളത്തെ ഡയലോഗ് പറയണല്ലേ? അടുത്ത ഡയലോഗ് നമ്മുടെ കൽപ്പന ചേച്ചിയുടെ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഡയലോഗ് ഉണ്ട്. ദൈവമേ പാവത്തുങ്ങൾക്ക് ഇത്രയും സൗന്ദര്യം കൊടുക്കല്ലേ. ഇത് എനിക്ക് മനസ്സിലായി. അയ്യോ ದೇವ್ರೇ, ಬಡವರಿಗೆ ಇಷ್ಟೊಂದು ಸೌಂದರ್ಯ ಕೊಡಬೇಡಪ್ಪ. ദൈവത്തിന് എന്താ വിളിച്ചത്? അയ്യോ ദേവരേ. ദേവരേ എനിക്ക് അത്യാവശ്യമുള്ള ഒരു വാക്കാണ്. കാരണം തെലുങ്കിലൊക്കെ ഇനി സിനിമയിൽ വിളിച്ചാലേ ഡയലോഗ് തെറ്റിപ്പോകുമ്പോ ദേവരേ രക്ഷിക്കണേ എന്ന് പറയാല്ല. അപ്പൊ ലാസ്റ്റ് വൺ കൊടുക്കാം, ഒരെണ്ണം കൂടി കൊടുക്കാം. അത് നമ്മുടെ ബിജുന്റെ ഫേസിൽ നോക്കി തന്നെ പറയണം, അപ്പോഴാണ് എക്സ്പ്രഷൻ കറക്റ്റ് ആയിട്ട് വരാം. പ്രാണനാഥന്നൊക്കെ കേട്ടോ ചേട്ടാ, കൊരങ്ങാ നല്ല പൊരിച്ച കോയിന്റെ മണം. എനിക്ക് മനസ്സിലായി. ബിക്കോസ് ഐ അണ്ടർസ്റ്റാൻഡ് മണം. കോതി ನನಗೆ ಸುಟ್ಟು ಕೋಳಿ ವಾಸನೆ ಬರ್ತಾ ಇದೆ. അയ്യോ, അത് ഏതോ ചുട്ട് നടന്നപ്പോ കോഴി നടന്നു പോയതാണ്. അപ്പം ഇവിടെ ഇനി കുറച്ച് പരിപാടികളൊക്കെ നടക്കാനുണ്ട് നമ്മുടെ സ്റ്റേജിൽ. അപ്പൊ അത് കാണാം. കുറച്ച് സമയം നമ്മുടെ ഗസ്റ്റ് സീറ്റിലേക്ക് ഇരിക്കാം. നമുക്ക് സമയമില്ലാത്ത കേട്ടോ. അതായത് ഇവിടുത്തെ ചെക്കിങ് കഴിഞ്ഞുടനെ നേരെ ജംഗ്ഷനിലോട്ട് പോകണം. അവിടെ മൗനജാഥയ്ക്കിടെ തെറിവിളിയും ബഹളമാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നോട് മെസ്സേജ് വന്നു. എത്ര പെട്ടെന്ന് നമുക്ക് അങ്ങോട്ട് പോകണം. ഈ മൗനജാഥയുടെ ഇടയിൽ പോയി കയറാതെ ഇവിടെ നിന്നാ 10 പൈസക്കുള്ള വകുപ്പ് കിട്ടും. അടക്കി ഞങ്ങൾ ഷട്ടർ ഞങ്ങൾ അടപ്പിക്കും. ഷട്ടർ ഞങ്ങൾ അടപ്പിക്കും. ഷട്ടർ ഞങ്ങൾ അടപ്പിക്കും. കേരള ഹർത്താൽ കി ജയ്. കേരള ഹർത്താൽ കി ജയ്. കേരള ഹർത്താൽ കി ജയ്. എന്തിന്റെ ഹർത്താലായത്? എന്താ എന്തിന്റെ ഹർത്താലാന്ന്? എന്താ എന്റെ വീട് അങ്ങ് ആറ്റിന്റെ അക്കരയാണ്. ഇവന്മാരെ ഒന്ന് വിളിച്ചു, ഞാൻ വന്നു വിളിക്കുന്നു. അല്ലാതെ എന്നെ കൊണ്ടൊന്നും ചോദിക്കരുത്. എനിക്കൊന്നും അറിഞ്ഞൂടാ. എന്റെ അമ്മേനെ എനിക്കൊന്നും അറിഞ്ഞൂടാ. അപ്പൊ കാണാം, വൈകുന്നേരം കാണാം. കേരള ഹർത്താൽ കി ജയ്. കേരള ഹർത്താൽ കി ജയ്. അടക്കി ഞങ്ങൾ എന്തൊക്കെ സഹിക്കണം പോലീസുകാരാണ്. അവനറിഞ്ഞൂടാ അവൻ എന്തിനാണ് ഹർത്താലിനാണ് ഈ വിളിക്കുന്നത്. ഇവിടെ നിർത്താൻ പറ്റാ. ഹെൽമെറ്റ് എവിടെ? ഹെൽമെറ്റ് ഇല്ല. ഓ, ഹെൽമെറ്റ് ഇല്ലെന്നേ. ലൈസൻസ് ഉണ്ടോ? ലൈസൻസ് ഒട്ടും ഇല്ല. അത് ശരി, ലൈസൻസും ഇല്ല, ഹെൽമെറ്റും ഇല്ല. ബുക്കും പേപ്പറും ഉണ്ടോ? അതും ഇല്ല. വണ്ടിക്കകത്ത് പെട്രോൾ ഉണ്ടോ? ഇപ്പൊ തീരും. ഒരു കാര്യം ചെയ്യ്, ഒരു 2500 രൂപ പെറ്റി എഴുതിക്കോ. അയ്യോ, എന്റെ 2500 ഒന്നും ഇല്ല സാറേ. ഞാൻ പേഴ്സ് ഒന്നും എടുക്കാതെ വന്ന്. വീട്ടിൽ പോയി എടുത്തോണ്ടോ? ഞങ്ങളിവിടെ കാത്തു നിൽക്കാം. പ്ലീസ് സാറേ, കഷ്ടമുണ്ട്. വീട്ടിൽ ആരും ഇല്ല. ഒരു പാവം കുട്ടി അങ്ങ്. കല്യാണം കഴിച്ചതാണോ? ഭർത്താവ് എവിടെ? ഗൾഫിലാ.
ആ ഫോൺ നമ്പർ എഴുതി മേടിച്ചോ. ആ ഫോൺ നമ്പർ എനിക്ക് അറിഞ്ഞാ ഒറ്റ നീ 9946222. വിട്ടോട്ടോ. വൈകിട്ടൊരു പ്രൊട്ടക്ഷൻ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. കൊണ്ടുപോക്കോ, എളുപ്പോ. ആ നമ്മളെ കുടുംബകുളം അത് കുറച്ച് ദിവസം കൊണ്ട് അങ്ങനെ വേസ്റ്റ് ആയിട്ട് കിടക്കണം, അതുകൊണ്ട് നന്നാക്കാന്ന് വിചാരിച്ചു. ഞങ്ങൾ കുളിച്ചോണ്ടിരുന്ന കുളമല്ലോ, കുറച്ച് ദിവസം കൊണ്ട് ഇപ്പൊ അത് നന്നാക്കാൻ അങ്ങനെ ഇട്ടേക്കല്ലേ. മുല്ലപ്പെരിയാർ ജലനിരപ്പ് വർദ്ധിച്ചാൽ സർക്കാർ എന്ത് ചെയ്യും? 3 സൈഡിൽ നിന്ന് വെള്ളം മുക്കിയാൻ കളഞ്ഞാൽ മതി, 3 വരെ നിർത്തിയാൽ മതി. പുതിയ മന്ത്രിസഭ രൂപീകരിച്ചാൽ സർക്കാർ ആദ്യം ചെയ്യുന്നത് എന്തായിരിക്കണം? കൈയിട്ട് വാരണം. കൈയിട്ട് വാരി ആ കള കംപ്ലീറ്റ് പായൽ കംപ്ലീറ്റ് മാറ്റിയിട്ട് അത് മാറ്റിയാക്കാൻ നല്ല വൃത്തിയാവുമല്ലോ. ഇവിടെ സാറ് പത്രം വായിച്ചോണ്ടിരിക്കുന്നതാണ്, നീ എന്താ കിടന്നു? ഇതണ്ട പുതിയ ഇലക്ഷൻ കഴിഞ്ഞാൽ ആരായിരിക്കും മന്ത്രിമാർ? കുറെ മാക്രികൾ കാണും, കൂടുതലും മാക്രി നീർക്കോലിക്ക് തന്നെ. കുറെ എണ്ണത്തിനിട്ട് വളർത്തല്ലേ, എല്ലാ എണ്ണത്തിനും ഒരു ദിവസം പിടിക്കണം വലയിട്ട്. അത് നീ വേറെ സംഭവം പറഞ്ഞാ. ആ ഇന്നലെ ഞാനും ഭാര്യയും പിള്ളേരും തമ്മിൽ പിന്നെ കാഴ്ചകളൊക്കെ പോയെന്ന് കണ്ട്. ആ നിയമസഭാ മന്ദിരത്തിനുള്ളിൽ കംപ്ലീറ്റ് മൃഗങ്ങളല്ലേ, ചിപ്പപ്പെട്ടാസ്, കീരി, ചെങ്കീരി, കരടി, രാജവൻ പോലെ അവരെ കാണും. അല്ല വീട്ടിൽ നിന്ന് വിളിച്ചത്, പോലീസുകാരെ കളിയാക്കുന്നോടാ? അല്ല എന്നെ വീട്ടിൽ നിന്ന് വിളിച്ചത്. അല്ല സാറേ ഞാൻ നേരത്തെ ജാഥ വിളിച്ചു പോയി. അനങ്ങിപ്പോലെ ഇവിടുന്ന് കേട്ടല്ലോ, ഇവിടെ വന്നോണം നീ. അല്ല സാറേ എന്നെ വീട്ടിൽ നിന്ന് വിളിച്ചത്, ഞാൻ കുളം, എന്റെ പഞ്ചായത്ത് കുളം. അല്ല കുളം നിനക്ക് ഇവിടെ ഞാൻ കുടിച്ചു തരാം. ഇവിടെ തല്ലിക്കൊന്നു ഇവിടുത്തെ കുളത്തിനകത്ത് എന്നെ കുളിച്ചു ഇവിടെ വട്ടോട്ടോട്. അങ്ങനെയല്ലേ സാറേ, ഞാൻ വട്ടത്തിൽ നിൽക്കുന്ന ആളല്ലേ, വീട്ടിൽ ആളെ നിർത്തിക്കണം. നീ വട്ടത്തിൽ നിന്നാ മതി. അല്ല കുളം നന്നാക്കാൻ വേണ്ടി. ഇങ്ങോട്ട് മാറിക്കടാ. ഇവൻ കുറെ നാളായിട്ട് ഇവനെ ഞാൻ പിടിച്ചോണ്ടിരിക്കുന്നു. സത്യത്തിൽ നിങ്ങൾക്ക് എന്നെ അറിഞ്ഞൂടാത്തോണ്ടാ? അല്ല എന്നെ അറിഞ്ഞൂടാത്തോണ്ടാ? മനസ്സിലായില്ലേ, ഞാൻ പാർട്ടിയുടെ പാർട്ടി തുടങ്ങിയപ്പോ സത്തോടെ എന്നാ മണമാടാ, ഇതിന് നനക്കാൻ മേലായിരുന്നു. ലൈസൻസ് ഉണ്ടോ? ഇതുണ്ട് സാറേ, ഇങ്ങോട്ട് ലൈസൻസ് പോലും ഇല്ലാതെ വന്ന് നിൽക്കുക. സാറൊന്ന് വരട്ടിക്കാൻ കൊണ്ട്. സാറേ ലൈസൻസ് ഇല്ലാതെ വന്ന് നിൽക്കുകയാണ്. സാറേ അവനെ വരട്ടി ഓടിക്ക്, സാറേ അവനെ അല്ല പിടിക്കാവനെ അങ്ങോട്ട്. ഓട്ടുന്നു സാർ എന്നെ വർത്താനം പറയുന്നത്, അല്ലാത്തവരൊക്കെ സാറ് കയറി പിടിക്കുമല്ലോ. പുള്ളിയെ പിടിച്ച് എന്നാന്ന് വെച്ചാൽ വിറ്റി അടിച്ചോണ്ട് വിടാം. പാവോടാ പോട്ടടാ അത്. അതിനെ വർത്താനം സാറി പറയുന്നത്. ആ പുള്ളിയെ പിടിച്ച് എന്തെങ്കിലും പറ്റി അടിക്കാറേ, അവിടെ വരട്ടിയെങ്കിലും വിട്. ഞാൻ വരട്ടി നമുക്ക് മനസ്സമാനാവും. എനിക്ക് സമാധാനവും. അച്ഛൻ്റെ അടുത്ത് 100 വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ പാട്ടേട്ട് എന്നെ നാണം കെടുത്ത റോഡിൽ തെണ്ട ഇറങ്ങരുതെന്ന്. ഇനി മേലാ പരിപാടി കണ്ട പുല്ലല്ലാടെ വെട്ടി അടുപ്പിൽ വെക്കും. എന്നെ പറയിപ്പിക്കാനായിട്ട് പാടുന്നുണ്ട്. അത് ശരി, ആരന്റെ അച്ഛനായിരുന്നു? അങ്ങനെയൊക്കെ പറ്റിപ്പോയി. നാണം കെടുത്താനായി ഈ സ്വന്തം നന്ദന്മാരെയൊക്കെ അങ്ങനെ പറയുന്നത് ശരിയല്ല. അത് ശരിയാ. അതെ, നിന്നെ എവിടെ നിർത്തിയത്? എന്നെ ഇവിടെ നിർത്തിയത്? എന്നെ ഇവിടെ നിർത്തിയ സാറിനല്ലേ തെറ്റിപ്പോയത്? സോറി, സ്ഥലം മാറിപ്പോയടാ. അപ്പോഴേ ഹലോ ഹലോ. ഓ സാറേ, ആ ഒരു പ്രശ്നമുണ്ട്, പ്രധാന പ്രശ്നമുണ്ട് പറയാനാണ് വിളിച്ചത്. അതെന്താ സാറേ, ഇപ്പൊ വിജിലൻസ് ഓഫീസർമാര് ഇൻസ്പെക്ഷൻ ഇറങ്ങിയിട്ടുണ്ട്. ഓ അപ്പൊ ഈ കൈക്കൂലി മേടിക്കുന്നതൊക്കെ ശ്രദ്ധിച്ചു വേണം വാങ്ങിക്കാൻ, അല്ലെങ്കിൽ സാറ് പിടിക്കപ്പെടും. അതുകൊണ്ട് സ്നേഹമുള്ളതുകൊണ്ട് പറയുകയാണ്, ദയവ് ചെയ്ത് കൈക്കൂലി മേടിക്കുന്നത് വളരെ രഹസ്യമായിട്ടായിരിക്കണം, മാക്സിമം ഒഴിവാക്കുന്നതാണ് നല്ലത്. വിജിലൻസ് ഓഫീസർമാർ പല രൂപത്തിലും പല വേഷത്തിലും ഇറങ്ങിയിരിക്കുന്നത്. കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം. അത് ശ്രദ്ധിച്ചോളാം, ഞാൻ ശ്രദ്ധിച്ചോളാം. ഓക്കെ. വിജിലൻസുകാർ ഇറങ്ങിയിട്ടുണ്ട് നമ്മളെ പൊക്കാൻ. പൈസ മേടിക്കുന്നില്ലേ അതിന്. വിജിലൻസ് എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത്, വിജിലൻസ് എന്ന് പറയുന്ന സംഭവം വല്ലതും തരണേ, എനിക്ക് വിശന്നിട്ട് വയ്യ, കൊണ്ട് പറയുക വല്ലതും തരണേ, വല്ലതും എന്നെ ഇവിടെ നിർത്തിക്കുക. വിഷയക്കാരനെന്ന് ഞാൻ പാവമാണ്, എന്നെ റൗണ്ടിൽ നിർത്തിക്കുക. എന്റെ സാറേ, പുള്ളിയുടെ കണ്ണീന്ന് വരുന്ന തീഷ്ണത കണ്ടോ? വിജിലൻസിന്റെ ഓഫീസറാന്ന് പറഞ്ഞു. ആരും അറിയാതെ എനിക്ക് രാവിലെ എന്തെല്ലാം കാര്യം കൊടുത്തേര്. വിജിലൻസിന്റെ ഓഫീസർ അങ്ങനെന്ന് പറഞ്ഞില്ല, പുള്ളിയുടെ ആ പൗരുഷം കാണുമ്പോൾ അറിയാൻ മേലേ. വേഷം മാറി വരുന്നതാ സാർ, ആരും അറിയാതെ നൈസായിട്ട് സല്യൂട്ടം കൊടുത്താൽ മതി. അല്ലേ കറക്റ്റ് അത് തന്നെ, വിജിലൻസ് ഓഫീസർ തന്നെയാ.
സാറേ ഒന്ന് വേറെ കാര്യം, ഇത് മിക്കാറും നമ്മളെ പൊക്കാൻ വേണ്ടിയിട്ട് വന്നാ. സാർ ഒന്നുകൊണ്ട് പേടിക്കണം, നൈസായിട്ട് പുള്ള കാലേ വീണെങ്കിൽ ക്ഷമ പറഞ്ഞത്. എന്റെ സാറേ, 2 പിള്ളേരുണ്ട് പള്ളിക്കൂടത്തിൽ പഠിക്കുന്ന. സർക്കാർ തരുന്ന ശമ്പളം മുതലാവുന്നില്ല. അവരെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് സാറേ 10-250 മാത്രമേ മേടിക്കാറുള്ളേ. സാറെന്തായി കാണിക്കുന്നത്? വിജിലൻസ് ഓഫീസറാണ് പറഞ്ഞത്. അത് വിജിലൻസ് ഓഫീസർ. ഇതാ എന്റെ സാറേ എഴുതിയത് സാറേ, ഇത് നമ്മൾ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ഇവിടെ തെണ്ടാൻ നിൽക്കുന്നത് തങ്കപ്പനല്ലേ? ഇത് തങ്കപ്പായി. എടാ അവന്റെ കാലി വീഴുന്നതിന് മുമ്പ് നിനക്ക് പറഞ്ഞുകൂടായിരുന്നടാ സാമദ്രോഹി. ഞാനിപ്പോ സാറ് കമന്ന് കാലിൽ വീഴുന്നു. നിന്നെ പോലുള്ളവന്മാരൊക്കെ കൂടെ നടന്ന പിച്ചക്കാരനല്ല, തീവ്രവാദികളെ സല്യൂട്ട് ചെയ്യേണ്ടി വരും. ഫസ്റ്റ് നമുക്ക് ഇവിടെ എടുക്കാം. ക്ലൈമാക്സ് അവിടെ പോകും. ഫസ്റ്റ് ഇവിടെ ക്ലൈമാക്സ് റോഡ്, ബാക്കി നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത സ്ഥലത്ത് വെച്ചാൽ. സമ്മതം മേടിച്ചായിരുന്നോ? സമ്മതം മേടിച്ചായിരുന്നോ? സമ്മതം മേടിച്ചില്ല. പേപ്പർ വാങ്ങിയായിരുന്നു. പേപ്പർ വാങ്ങി, പേനയും വാങ്ങി, സ്ക്രിപ്റ്റ് എഴുതി ഇതാ ഷൂട്ടിംഗ് തുടങ്ങാൻ പോകുന്നു. അതല്ല, ഇതിന് സമ്മതപത്രം ആ പേപ്പർ വാങ്ങിക്കായിരുന്നു. അത് പ്രൊഡ്യൂസർ വാങ്ങിച്ചിട്ടുണ്ട്. മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അറിഞ്ഞു കൊടുക്കണം. പിന്നെ കലാതിലൊക്കെ ആയിരുന്നു. നന്നായിട്ട് അഭിനയിക്കും. സ്റ്റേഷനിലെ പരിപാടിക്കൊക്കെ പോലീസ് സ്റ്റേഷനിൽ ഭയങ്കര അഭിനയില്ലേ പുള്ളി. പിന്നെ വെറൈറ്റി സാധനമായിട്ടൊക്കെ ഉണ്ടല്ലേ? കാണിച്ചോട്, ഒരു സാധനം കാണിച്ചോട്. ഇഷ്ടപ്പെട്ടെങ്കിൽ വേഷം കൊടുത്താൽ മതി. 1-ാം ലോക മഹായുദ്ധത്തിന് മറ്റേ അപ്പുറത്തെ ഇവരെ കീഴ്പ്പെടുത്താൻ വേണ്ടി ഇവിടുന്ന് മഹാരാജാവ് പോകുന്ന ആ കുതിരയില്ലേ, ആ കുതിര ഞാൻ കാണിക്കും. കുതിര കാണിക്കും. വെറൈറ്റി പറഞ്ഞു കൊടുക്ക്. കിടിലം കുതിര എപ്പോ കാണിച്ചു തരാം കേട്ടോ. ഒരുപാട് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ആണല്ലേ? ടോപ്പ് പൊട്ടി, ജീപ്പ്, സ്റ്റീല്, ചരുവം, അങ്ങനെ കുറെ കിട്ടിയിട്ടുണ്ട്. ഇത് പിടിച്ചാൽ കേട്ടോ. അപ്പൊ കാണിക്കട്ടെ. നല്ല ആണെങ്കിൽ വേഷം കൊടുക്കാം. വേഷങ്ങൾ ഫ്രീ ആയിട്ട് കിടക്കില്ലേ? കൈയടിച്ചു കൊടുക്കാം, ഒന്ന് കൈയടിച്ചു കൊടുക്കാം. ഇതാ 1-ാം ലോക മഹായുദ്ധം. നന്നായിട്ടുണ്ട്. കുതിര കൊള്ളാം. സൂപ്പർ സാധനം ഇനിയുണ്ടോ? ഇനിയുണ്ടോ? അതെന്നാ വെച്ചാൽ നമ്മൾ ഈ ഓച്ചിറയുടെ ഒക്കെ അമ്പലത്തിലൊക്കെ ഉള്ള പരിപാടിയില്ലേ, ഓച്ചിറക്കാള വണ്ടിയിലൊക്കെ കൊണ്ടുപോകുന്നേ. കാണിച്ചേ ഇവിടെ നിന്നോണേ. കാണിക്കട്ടെ. അതെ പിടിച്ചോ. കൈയടിച്ചോ. സൂപ്പർ സംഭവം. മതി. ഒരു ചെറിയ വേഷം തരാം കേട്ടോ. ഈ കോൺസ്റ്റബിളിന് വേഷം കൊടുക്കുന്ന രീതിക്ക് SIക്ക് കൂടെ എന്തെങ്കിലും അല്ലേ? അതല്ലേ അതിന്റെ ഒരു ന്യായം. സാറിന് താല്പര്യമുണ്ടോ? ഇത് ചെറിയൊരു നല്ലൊരു വേഷമുണ്ട്. എന്റെ ഈ ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ എന്ന് സ്വന്തം മൊയ്തീൻ സിനിമയില്ലേ, അതുപോലത്തെ ഒരു ഷോർട്ട് ഫിലിമാണ്. അതിനകത്ത് പൃഥ്വിരാജ് സാധാരണ സിനിമയ്ക്കകത്ത് പറയുന്ന പോലെ അല്ല പറഞ്ഞേക്കുന്നത്. അതിനകത്ത് വേറെ മൂഡിലാ പറഞ്ഞേക്കുന്നത്. ഞാൻ ആ ഒരു ഡയലോഗ് സാറിനൊന്ന് പറഞ്ഞുതരാം. ഇലവലഞ്ഞിപ്പുഴ അറബിക്കടലിനുള്ളതാണെങ്കിൽ കാഞ്ചനമാല മൊയ്തീനുള്ളതാണ്. ഇല വെട്ടിയിട്ട് പഴകഞ്ഞു കുടിച്ചിട്ട് എന്റെ നെഞ്ചത്ത് വെച്ച് കത്തിക്കാൻ പറയുന്ന ചോവിന് കേക്ക്. അല്ല സാറേ, ശ്രദ്ധിക്കുക. ഇലവലഞ്ഞിപ്പുഴ അറബിക്കടലിനുള്ളതാണെങ്കിൽ കാഞ്ചനമാല മൊയ്തീനുള്ളതാണ്. ഇലവഴിഞ്ഞിപ്പുഴ അറബിക്കടലിലുള്ളതാണെങ്കിൽ കാഞ്ചനമാല അറബിക്കുള്ളതാണ്. ഏതറബിക്ക്? ഏതെങ്കിലും കാട്ടറബിക്കുള്ളതായിരിക്കും. നിനക്കെന്ത്? എന്തായാലും പൃഥ്വിരാജ് മുങ്ങിച്ച അവക്ക് വല്ല ജീവിതമൊക്കെ വേണ്ടേ? അപ്പൊ അറബി കൊണ്ടുപോട്ടെ. നിനക്ക് ബാക്കിയുള്ള സീൻ ദുബായ് ഷൂട്ട് ചെയ്യാം. ഇനി ക്ലൈമാക്സ് സീൻ നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ക്ലൈമാക്സ് ഉഗ്ര സീനാണ്. അതായത് നിങ്ങൾ രണ്ടുപേര് സാധാ ജീവനക്കാർ, പോലീസല്ല, സാധാ ആൾക്കാർ. അപ്പൊ നിങ്ങളൊരു ബിസിനസ് തുടങ്ങുന്നു. ബിസിനസ് തുടങ്ങാൻ വേണ്ടി നിങ്ങൾ ഒരു വണ്ടികൾ സംഘടിപ്പിക്കുന്നു. അപ്പൊ ഈ വണ്ടി CC അടയ്ക്കാത്തതുകൊണ്ട് CC-കാരൊന്ന് വണ്ടി പിടിച്ചോണ്ട് പോകുന്നു. CC-കാർ വണ്ടി പിടിച്ചോണ്ട് പോകുന്നു. അപ്പൊ നിങ്ങൾ CC-കാർ വണ്ടി പിടിച്ചോണ്ട് അയ്യോ ഞങ്ങളുടെ വണ്ടി കൊണ്ടുപോവല്ലേ എന്ന് പറയും. CC-കാർ നമ്മൾ കാര്യം പറയുമ്പോൾ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ച വണ്ടി കൊണ്ടുപോകല്ലേ എന്ന് പറയുന്നു. അത് അത്രയേ ഉള്ളൂ. ഇപ്പൊ രണ്ടുപേര് വരുന്നു, വണ്ടി എടുത്തു. CC-കാർ വരുന്നു. സപ്പോസ് CC-കാർ ഞാൻ എന്റെ സുഹൃത്തും ആവും. രണ്ട് വണ്ടിയായാലും കുഴപ്പമില്ല. അപ്പൊ അത് ചെയ്യാം. ഞങ്ങളെ വണ്ടി കൊണ്ടുപോവല്ലേ? അതാണ് ഡയലോഗ്. നന്നായിട്ട് പെർഫോം ചെയ്യണമെങ്കിൽ ക്ലൈമാക്സിൽ തകർക്കാനുള്ളതാണ്. ഓക്കെ, ഞങ്ങൾ കൊണ്ടാളാണ് CC-കാർ. CC അടക്കാത്ത വണ്ടി CC എടുക്കുന്നത്. വണ്ടിയുടെ താക്കോല്, ശരി. അപ്പൊ ഇനി ഞങ്ങൾ പോകുമ്പോ കരഞ്ഞോണം.
ശരി. അയ്യോ കൊണ്ടുപോകല്ലേ ഞങ്ങളെ വണ്ടി കൊണ്ടുപോകല്ലേ. എന്റെ പൊന്ന് സാറേ ഒന്ന് നിർത്ത്. അവരാരാന്ന് മനസ്സിലായില്ലേ? അവര് നമ്മളെ സിനിമാ സംവിധായകര് ഞങ്ങളെ പഠിപ്പിക്കാൻ വന്നവര്. എന്റെ പൊന്ന് സാറേ, ബാങ്ക് കവർച്ച കേസിലെ പ്രതികളാമാര് ഇന്നലെ ജയിലിൽ ആടിയത് അറിഞ്ഞില്ലായിരുന്നോ? പോലീസാന്ന് പറഞ്ഞ നടക്കുവാ. അപ്പൊ നമ്മള് ജീപ്പും ബൈക്കും പോയാ. അപ്പൊ പിന്നെ അവര് ഷോർട്ട് ഫിലിം ആണെന്നൊക്കെ പറഞ്ഞത് ഇത് സ്റ്റേഷനിൽ ചെന്ന് എന്തോ മറുപടി പറയൂടാ. കംപ്ലീറ്റ് എന്നാ ചെയ്യും? ഏതായാലും ഒരു കാര്യം ചെയ്യും. എന്നാ ഇത് പിടി. എന്തിന്? ഇതെന്തോന്നത്? റബ്ബർ ബാൻഡ്. ഇതെന്തിനാ? ദേ ആ സർവേ കല്ലിൽ ചെന്നിരുന്ന് രണ്ടും കൂടെ നീട്ടി ഒരു വലി വെച്ചുകൊണ്ട്. പണി പോയടാ. മേഘ്ന രാജിന്റെ ബാക്കി വിശേഷങ്ങൾ പങ്കുവെക്കാൻ മേഘ്ന വീണ്ടും കബഡി സൂപ്പർ നൈറ്റ് വേദിയിലേക്ക്. ഹലോ, ഞാൻ വിജയൻ. അപ്പൊ ഇത് തോൽവിയാണോ? അതെ, അതാണ് എന്റെ പേര്. ശരി. ഞങ്ങൾ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഇലക്ഷൻ ഇലക്ഷൻ പ്രസവിച്ചിരിക്കുകയാണല്ലോ. അല്ല, ഇലക്ഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണല്ലോ. തനിക്ക് നല്ല മന്ത്രിയാവാനുള്ള കഴിവുണ്ടാ. തനിക്ക് സിനിമാ മന്ത്രിയാവോ? നല്ല അക്ഷരസ്ഫുടത. കൊണ്ടുപോകാത്തത്. അപ്പൊ ഇത്തവണത്തെ ഇലക്ഷനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. പത്രത്തിലൊക്കെ വായിച്ച നമ്മള്. അല്ല, ഇത്തവണത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമാ താരങ്ങളെയാണ് എല്ലാവരും മത്സരിപ്പിക്കാൻ വേണ്ടി നിർത്തുന്നത്. വോട്ട് കൂടുതൽ കിട്ടാൻ വേണ്ടി സിനിമാ താരങ്ങളെയാണ് ഈ തവണ സിനിമാ താരങ്ങൾ നിർത്തുന്നത്. ഉദാഹരണത്തിന് ഇപ്പൊ നമ്മുടെ ഇൻഹരികർന്ന സിനിമയില്ലേ, അതിനകത്ത് എല്ലാ നടന്മാരും മത്സരിക്കുന്നുണ്ടല്ലോ. ഇൻഹരികർന്ന അഭിനയിച്ച നമ്മുടെ മഹാദേവൻ, മുകേഷ് ഏട്ടൻ മത്സരിക്കുന്നു. അതേപോലെ തന്നെ ഗോവിന്ദൻകുട്ടി, സിദ്ദിഖ് മത്സരിക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ നമ്മുടെ അപ്പുക്കുട്ടൻ, ജഗദീഷ് ഏട്ടൻ മത്സരിക്കുന്നുണ്ട്. ഇവരൊക്കെ മത്സരിക്കുന്നുണ്ട്. അതെല്ലേ? അപ്പൊ തോമസ് കുട്ടിയാ? അയ്യോ, പുള്ളിക്ക് മത്സരിക്കാൻ പറ്റില്ല. തോമസ് കുട്ടി മത്സരിക്കാൻ ചെന്നപ്പോ നാട്ടുകാർ പറഞ്ഞു തോമസ് കുട്ടി വിട്ടോടാന്ന് പറഞ്ഞു. അങ്ങനെ നോമിനേഷൻ കൊടുക്കാൻ പറ്റില്ല, പുള്ളി വിട്ടുപോന്ന്. അപ്പൊ ഞങ്ങള് സുരാജേട്ടനെ മത്സരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ഉദ്ദേശം. പക്ഷെ ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ സുരാജേട്ടനെ ഭയങ്കര ചാടിയാണ് നിൽക്കണ രണ്ടെണ്ണത്. പുള്ളിക്ക് സിനിമയിൽ തിരക്കാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് അപ്പൊ ഞങ്ങളത് ഉപേക്ഷിച്ചു. ഇവിടെ ഒരു സിനിമാ താരം വന്നു എന്ന് പറഞ്ഞു, മേഘന രാജ. മലയാളം അറിയാൻ പാടില്ല, തെലുഗും തമിഴും കന്നഡയൊക്കെ. കന്നഡ അറിയാമോ? പിന്നെ കന്നഡ വോട്ട് ചോദിച്ചാൽ മതി. കന്നഡയിലൊക്കെ എങ്ങനെ മലയാളം എടുത്തിറങ്ങി വോട്ട് ചോദിക്കണത്? അത് കുഴപ്പമൊന്നുമില്ല, മലയാളികൾക്ക് അങ്ങനത്തെ വിഷയമൊന്നുമില്ല. നമ്മൾ വോട്ട് ചോദിച്ചാൽ മതി, അത്രേ ഉള്ളൂ. നിങ്ങളത് നിങ്ങളുടെ പാടാ ചോദിക്കുന്നത്. നമസ്കാരം. ഇതല്ല കന്നഡ, കന്നഡ വേറെ സാധനത്തിലൊക്കെ കൊച്ചു പിള്ളേര് കളിക്കുന്ന കളിയാണ് അത്തല പിത്തല എന്നൊക്കെ പറഞ്ഞു. ഹലോ, നമസ്കാരം. ഞങ്ങൾ ഇവിടുത്തെ രാഷ്ട്രീയക്കാരല്ലോ. അല്ല, ഇതെല്ലാം ഒന്നും വേണ്ട, എനിക്ക് മലയാളം മനസ്സിലാവും. എന്താ പ്രശ്നം? അല്ല, മകളെ ഇവിടുത്തെ രാഷ്ട്രീയക്കാരാണ്. അപ്പൊ മാഡത്തിനെ ഈ ഇലക്ഷനിൽ ഇവിടെ മത്സരിപ്പിക്കാനുള്ള പരിപാടിയാണ് ഞങ്ങളുടെ ഈ മണ്ഡലം. അപ്പൊ നമ്മൾ വോട്ട് ചോദിക്കേണ്ടൊക്കെ ഒരു ആവശ്യങ്ങൾ വരും. അപ്പൊ ഈ ഇരിക്കുന്ന ജനങ്ങളോടൊക്കെ പൊതുജനങ്ങളോട് വോട്ട് ചോദിക്കാൻ അറിയാമോ? മലയാളത്തിൽ പറയാൻ ബുദ്ധിമുട്ടാണ്, കന്നഡ ചോദിച്ചാൽ മതി. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. കന്നഡയിൽ ഇവരോടൊക്കെ വോട്ട് ചോദിച്ചു. പ്രിയപ്പെട്ട നാട്ടുകാരെ, എനിക്ക് നിങ്ങളുടെ വിലയേറിയ വോട്ട്. അത് കന്നഡയില് പറഞ്ഞാൽ മതിയല്ലോ, അവർക്ക് മനസ്സിലായില്ലെങ്കിലും ഓക്കെ അല്ലേ? ചെയ്തോളൂ, പ്രശ്നമൊന്നുമില്ല, പറഞ്ഞു നോക്ക്. ദയവിಟ್ಟು ಇವ್ರಿಗೆ ಇಬ್ಬರಿಗೂ ವೋಟ್ ಮಾಡಬೇಡಿ. വോട്ട് ചെയ്യരുത്. അയ്യോ, നിങ്ങൾക്ക് മനസ്സിലായോ? ഇല്ല, ദയവിಟ್ಟು ഇവരിಬ್ಬರಿಗೆ നമുക്ക് അത് പാടില്ല. കൂട്ടത്തിൽ നിന്നിട്ട് കുതികാലം വിട്ടരുത്. ഓക്കെ, ശരി. ദയവിಟ್ಟು ഇവരിಬ್ಬರಿಗೆ വോട്ട് ಮಾಡಿ. വോട്ട് ಮಾಡಿ, മാടുന്നല്ല, മാടണം. കറക്റ്റ്. മതി. നിങ്ങളെ സ്ഥാനാർത്ഥിയാണ്. ഞാൻ ചോദിച്ചോട്ടെ, ഈ ഇലക്ഷന് നേരത്തെ പരിചയമുണ്ട്? അയ്യോ, എനിക്ക് ഈ ഇലക്ഷൻ എല്ലാം ഇതേവരെ മത്സരിച്ചിട്ടില്ല ഒരിടത്തും. അല്ല, ഈ ഇങ്ങനെ ഒരു പൊളിറ്റിക്സിലെ ഒന്നുമില്ല. പക്ഷെ സ്കൂളില് ഈ ക്ലാസ് പ്രസിഡന്റ് അല്ലെങ്കിൽ സ്കൂൾ പ്രസിഡന്റ് സ്കൂളില് അന്ന് മത്സരിക്കുമ്പോ പിള്ളേർക്ക് കുട്ടികൾക്ക് എന്തെങ്കിലും ഇതൊക്കെ കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ പ്രോമിസ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് ഒരു ചോക്ലേറ്റ് അല്ലെങ്കിൽ കാൻഡി ജ്യൂസ് ഏതെങ്കിലും മേടിച്ചു തരാമെന്ന്. എനിക്ക് വോട്ട് ചെയ്ത് കഴിഞ്ഞാല് എന്നിട്ട് ജയിച്ചു കഴിഞ്ഞപ്പോ ഇതൊക്കെ വാങ്ങി കൊടുത്തോ? അയ്യോ, അതും മറന്നു. കൊടുക്കാനേ പാടുള്ളൂ, ഒന്നും നടപ്പാക്കാൻ പാടില്ല. ഇത് അപ്പേ നിങ്ങൾ തന്നെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി. അല്ല, മലയാളം അറിയാവുന്ന ആൾക്കാർ അവിടെ ഇപ്പൊ ശരിയാവില്ല, അവര് ഭയങ്കര ചാടേണവര്. ഇവര് തന്നെയാണ്, നിങ്ങൾ തന്നെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ ഇത്രയും ബംഗാളിനെയും അല്ലെങ്കിൽ പിന്നെ ഈ തമിഴിനെയൊക്കെ വിളിച്ച് ഇവിടെ നമ്മുടെ വോട്ടിന് ഇലക്ഷൻ നിർത്തുന്നതിന് പകരം ഞാൻ നിന്നാലും അല്ല, നമുക്ക് മലയാളം അറിയാ, വോട്ട് ചോദിക്കാനും അറിയാ, പിന്നെ മറ്റേ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാത്ത. ഞങ്ങളുടെ ഈ മണ്ഡലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജയിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ജയിച്ചു കഴിഞ്ഞാൽ നേരെ മന്ത്രിയാണ്. ഉറപ്പായിട്ടും ജയിക്കുമോ? മന്ത്രി സീറ്റ് ഉറപ്പാണിത്. പിന്നെ മന്ത്രിയാവോ? ഉറപ്പാണോ? ഉറപ്പ്. പിന്നെ ഞാൻ നിന്നുള്ള കുഴപ്പമൊന്നുമില്ല. പക്ഷേ
ജയിച്ച് മന്ത്രിയായി കഴിഞ്ഞാൽ ആഭ്യന്തരമന്ത്രി ബിജുക്കുട്ടൻ എന്നൊക്കെ പറയുമ്പോ ഒരു സുഖമില്ല അത് സുഖമില്ലല്ലേ? ഒരു സുഖമില്ല. ഒരു കാര്യം ചെയ്യടാ, നിങ്ങൾ കീരിക്കാടൻ ജോസിനെ വിളിച്ച് മത്സരിപ്പിക്ക്. നല്ല പൊക്കവും ഹൈറ്റും വെയിറ്റ് ഒക്കെ ഉണ്ട്. ആഭ്യന്തരമന്ത്രി കീരിക്കാടൻ ജോസ്. ചെല്ലി ചെല്ലി. അതെ, ഞങ്ങൾ ആരെ മത്സരിപ്പിക്കുന്നു? ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. മേഘനാ രാജ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി. അയ്യോ, ഒന്നും പറയാനില്ല. മേഘനാ രാജ് നമ്മുടെ സ്ഥാനാർത്ഥി. അപ്പൊ ഇതിനകത്ത് നമ്മൾ കുറച്ച് മൂവിയുടെ പേര് എഴുതിയിട്ടുണ്ടാവും. അപ്പൊ ഈ കാർഡ് ഹോൾഡ് ചെയ്യുന്ന ആള് ഇത് ബാക്കിയുള്ള എല്ലാരെയും കാണിച്ചു കൊടുക്കണം. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് ആക്ട് ചെയ്ത് മനസ്സിലാക്കി കൊടുക്കണം. ഷാർട്സിന്റെ യൂഷ്വൽ റൂൾസ് ഒക്കെ തന്നെയാണ്. ഇനി മേഘനയ്ക്ക് മലയാളം എഴുതാനും വായിക്കാനും അറിയില്ല എന്നുള്ളൊരു കാര്യം ആദ്യമേ നമ്മളെടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചില പേരുകൾ, ഇംഗ്ലീഷ് മൂവീസിന്റെ പേരുകളും നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആദ്യം ബീജേട്ടൻ എടുക്കുക. ബീജേട്ടൻ കാർഡ് എടുക്കുക. ബീജേട്ടൻ നോക്കാൻ പാടില്ല. ഞാൻ കാർഡ് എടുക്കാൻ തത്തേ എടുക്കുക. ബീജേട്ടൻ എന്തത് പേടിക്കാതെ നോക്കാൻ പാടില്ല. അത് ഓഡിയൻസിനെ കാണിച്ചു കൊടുക്കാം. നോക്കാൻ പാടില്ല. ഞങ്ങളെയൊക്കെ കാണിച്ചു തരാം. മേഘ്ന ആക്ട് ചെയ്ത് കാണിക്കും. ആക്ട് ചെയ്ത് കാണിക്കും. ഓക്കെ. മലയാളം ഇംഗ്ലീഷ്. ഇംഗ്ലീഷ്. രണ്ട് വീടുണ്ടല്ലേ? ഒന്ന് ഫസ്റ്റ് വേർഡ്. രാജാവ്. കിരീടം വെച്ച രാജാവ്. കിങ് കിങ്. ഓക്കെ. അതിൽ തന്നെ കിട്ടി. കിങ്. ഓക്കെ. രണ്ടാമത്തെ ഭ്രാന്ത് പിടിച്ച രാജാവ്. ഭ്രാന്ത് തന്നെ കാണിച്ചപ്പോ രാജാവ് തന്നെ പറഞ്ഞത്. ഇപ്പൊ റാണിയാണല്ലോ കാണിച്ചത്. രാജാവ്. അടുത്തത് കിങ്ങിന്റെ വീട്ടിലെ കോഴി. കിങ്ങിന്റെ വീട്ടില് കോഴി കയറിയ എന്താണ്? അല്ല, അതാണ് കിങ്ങിന്റെ കിങ്. കൊരങ്ങൻ. രാജാവിന്റെ വീട്ടിലെ കൊരങ്ങൻ. ചേട്ടാ, അതൊരു ഇംഗ്ലീഷ് മൂവിയുടെ നെയിമാണ്. എന്റെ ആദ്യത്തെ വാക്ക് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. കിങ്. അടുത്ത വാക്ക് ഏതായിരിക്കും? ജയ് ഹനുമാനാണോ? കിങ്. ഓക്കെ, ബാക്കി പറ. ഹനുമാൻജി. ഇങ്ങനെ കാണിച്ചില്ലേ? അതെ. കിങ് മങ്കി. കിങ് കോബ്ര. മങ്കി എങ്ങനെ കോബ്ര ആയി? മങ്കി. കിങ് കോങ്. പെട്ടെന്ന് കിട്ടിയ. എത്ര നേരം കാണിച്ചോണ്ട് അത് ഞാൻ പറഞ്ഞില്ല. മങ്കിന്ന് പറഞ്ഞില്ല. അപ്പൊ അടുത്തത് മേഘ്ന എടുക്കണു. ബീച്ചേട്ടൻ ആക്ട് ചെയ്ത് കാണിക്കുന്നു. മലയാളം. അടുത്തത് ഞാൻ. ജനങ്ങൾ ജയ് ഹോ. ജിന്ദാബാദ്. ചേട്ടാ ജിന്ദാബാദ്. ഓക്കെ, മേഘ്ന നമുക്കൊന്ന് സഹായിക്കാൻ ഞാൻ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി പറയാം. ഇറ്റ്സ് എ മലയാളം മൂവി. പക്ഷേ നെയിം ഇംഗ്ലീഷ് ആണ്. ഓക്കെ, ഫൈൻ. I am the greatest. Flag, Indian flag. Soldier. Soldier. No, not soldier. Warrior. No. Flag hoisting. Independence Day. Yes. You did flag hoisting. Yes, Independence Day. അപ്പൊ അടുത്ത കാർഡ് ദേവിക എടുക്കുന്നു. മേഘ്ന ആക്ട് ചെയ്ത് കാണിക്കുന്നു. ദേവിക ഇത് ഞാൻ പിടിച്ചോണ്ടിരിക്കണം അല്ലേ? പറയാ ദേവിക. ഇംഗ്ലീഷ്. ഒറ്റ വേർഡ്. ഓക്കെ. സ്നേക്ക്. കിങ് കോബ്ര. ഞാൻ. സ്നേക്ക്. ഓക്കെ, സ്നേക്ക്. വേറൊരു സ്നേക്ക്.
വേറൊരു സ്നേക്കോ? ഈശ്വര, എനിക്ക് ആകെ ഒറ്റ സ്നേക്കിന്റെ പേര് അറിയില്ല. വലിയ സ്നേക്ക്, വലിയ സ്നേക്ക്, ബിഗ് സ്നേക്ക്. മറ്റേ ഇങ്ങനെ കണ്ടില്ലേ, എങ്ങനെ പരമശിവന്റെ കഴുത്തി കിടക്കുന്ന സ്നേക്ക്. ആ സ്നേക്കാണോ? മലയാളമല്ലല്ലോ, ഇംഗ്ലീഷ് അല്ലേ? പിന്നെ എന്താ ഇംഗ്ലീഷിൽ കുറച്ച് പാമ്പുകളുടെ പേര് പറഞ്ഞൊരു ചേട്ടന്മാര്. അല്ല, ഏതൊക്കെ പാമ്പിന്റെ പേരിൽ സിനിമ ഉണ്ടെന്ന് ആലോചിച്ചാ പോരെ? എനിക്ക് അറിയണ്ടേ, അതല്ലേ ഞാൻ പറയുന്നത്. മൂർഖൻ, മൂർഖൻ അജയന്റെ സിനിമയാണ് ഞാൻ കണ്ട. മൂർഖൻ എനിക്ക് പേര് കിട്ടുന്നില്ല. സ്പ്ലിറ്റ് ചെയ്തു. ഓക്കെ, ഫൈൻ. ഫസ്റ്റ് വേർഡ് ബിഗ് എലിഫന്റ്. യെസ്. എന്താ പറയാ എലിഫന്റിന്റെ വേറൊരു പേര്? ഇൻ ഇംഗ്ലീഷ്. നോ, മലയാളം. മലയാളം. ആന. ആന. അനക്കൊണ്ട. അപ്പൊ നമ്മുടെ ആ റൗണ്ട് അവസാനിച്ചിരിക്കുകയാണ്. അതെ, ഇതാണ് അല്ലേ? കൊട്ടേഷൻ ടീമാണോ? അത് വഴിയെ അറിയിക്കാം. കൊട്ടേഷൻ ആണോ നൊട്ടേഷൻ ആണോന്നൊക്കെ. എന്ത് എലക്ഷന് നിൽക്കുന്നെന്നറിഞ്ഞു മേഘന മാഡം. ഓ, അത് അങ്ങനെയല്ല, ഒന്നുമില്ല ആക്ച്വലി. ഇവിടെ ചോരപ്പുഴ ഒഴുകും. ഇവിടെ ചോരപ്പുഴ ഒഴുകും. അത് തന്നെയല്ല അയാൾ ആദ്യം പറഞ്ഞത്. അതങ്ങനെയാണ്, ഞങ്ങള് പാർട്ടിക്കാരാണ്, നേതാവ് പറഞ്ഞ ഏറ്റു പറയും. പക്ഷേ ചോര കണ്ട അറപ്പ് മാറിയവരാ ഞങ്ങള്. അയ്യോ, ഇറച്ചി വെട്ടുകാരാ, ബീഫ് തിന്നൂല്ലേ നമ്മള്. ഇറച്ചി കച്ചവടമൊക്കെ നിർത്തി, ഇപ്പൊ പാർട്ടിയില്ല. അപ്പൊ നേരത്തെ അതായിരുന്നല്ലേ? അതെ അതെ അതെ. മക്കളെ, ഈ സ്ഥലം അത്ര ശരിയല്ല കേട്ടോ. ഓ, സ്ഥലം നോക്കാൻ വന്നവരാ, റിയൽ എസ്റ്റേറ്റ്. അത് ഇവിടെ നടന്മാരും നടികളൊക്കെ വരുമ്പോ റിയൽ എസ്റ്റേറ്റുകാര് വരും. സ്ഥലം വേണോ, അല്ലെങ്കിൽ മറ്റേ സൈഡില് ഒരുപാട് വർത്താനൊന്നും പറയണ്ട. മേഘന ഇലക്ഷൻ നിൽക്കണൊക്കെ കൊള്ളാം. പിന്നെ ബ്ലാക്ക് കാറ്റിനെ കൊണ്ടുവന്ന ഞങ്ങള് പേടിക്കൊന്നും കരുതണ്ട. പുറത്ത് ബ്ലാക്ക് കാറ്റായിട്ടാ വന്നത്. അല്ല, ഞാൻ ബ്ലാക്ക് ആയിട്ട് കൊണ്ടുവന്നില്ല. ഇല്ല, കൊണ്ടുവന്നിട്ടില്ല. ഇതിന്റെ കാര്യമാ ചോദിച്ചത്. പിന്നെ ഈ കറുത്ത ശരീരവും പൂച്ചയുടെ മുഖമുള്ളവരെ ഞങ്ങൾ എന്ത് വിളിക്കണം? ബ്ലാക്ക് ആട്ടെന്നല്ലാതെ. പറയാൻ അർഹതയുള്ള ആള് ഹൃദയകൃഷ്ണ വന്നിക്കണത്. അല്ല, അഭിപ്രായം പറയാൻ സൗന്ദര്യത്തിന്റെ ആവശ്യം. എന്റെ ആവശ്യമില്ല, ഈ അളിഞ്ഞ മോന്ത മാത്രം മതി. അതെ, മേഘനയുടെ വീണ്ടും പറഞ്ഞേക്കാം. ഇലക്ഷന് നിൽക്കാനാണ് പ്ലാനെങ്കിൽ ഇവിടെ ചോരപ്പുഴ ഒഴുകും. അതിന് വില ഞങ്ങൾ ഒരു പാലവും പണിയും. പാലമൊക്കെ പണതോ, പക്ഷെ ടോള് പിരിക്കാൻ പറ്റൂല കേട്ടോ. അത് ഭയങ്കര പ്രശ്നം. ഇപ്പൊ ടോളൊക്കെ നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ല ചേട്ടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അവരിപ്പോ മത്സരിക്കോ ഇലക്ഷൻ നിൽക്കോ എന്തെങ്കിലും ചെയ്യട്ടെ, നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഞങ്ങൾക്ക് ഇതുവരെ ഒരു സ്ഥാനാർത്ഥി കിട്ടിയിട്ടില്ല, അറിയാവോ? എല്ലായിടത്തും സിനിമാ താരങ്ങളല്ലേ നിൽക്കണം. അതാണ് പ്രശ്നം. അതെ, അശ്വതി ഒരു ചോദിച്ചു നോക്കിയാലോ. അശ്വതിയെ, എന്തോ ഇലക്ഷന് നിൽക്കുന്നോ? പക്ഷെ നിക്കണമെന്നുണ്ട് ചേട്ടാ. പക്ഷെ ഞാൻ ഇവിടെ ഉള്ള ആളല്ലോ. ഞാനിപ്പം ഈ ഷൂട്ട് കഴിഞ്ഞോണ്ട് തിരിച്ചു ദുബായിക്ക് പോകൂലേ? അതിന് ഈ ഇലക്ഷൻ കഴിഞ്ഞ് ജയിച്ച ആരെങ്കിലും ഈ നാട്ടിൽ നിൽക്കാറുണ്ടോ? അവരൊക്കെ വല്ല വിദേശത്ത് തന്നെയാ. മേഖലയുടെ ഒരിക്കൽ കൂടി ഞാൻ പറയാം, ഇലക്ഷന് നിൽക്കരുത്. ഞങ്ങൾക്ക് സ്ഥാനാർത്ഥിനെ കിട്ടിയിട്ടില്ല കേട്ടാ. പറഞ്ഞേക്ക ഇവിടെ ചോരപ്പുഴ ഇടും. അതെ, ബിജുവിന് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാവോ? ഞാൻ വേണമെങ്കിൽ ഇപ്പൊ തന്നെ കാര്യം ഉണ്ടായിരുന്നോ? ചുമ്മാ ചോദിച്ചെന്നുള്ളൂ. നിൽക്കാൻ പറ്റുമെങ്കിൽ നിൽക്കാല്ല. നരേൻ ഹീറോ ആയി, നമ്മുടെ സ്വന്തം മേഘ്ന ഹീറോയിനായി എത്തുന്ന ഹല്ലേലൂയ വെരി സൂൺ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. അപ്പം നമ്മുടെ എല്ലാ പ്രേക്ഷകരും, നമ്മുടെ മലയാളി പ്രേക്ഷകർ അത് 2 കൈ നീട്ടി സ്വീകരിക്കും എന്ന് നമ്മളിപ്പം ഉറപ്പ് തരാണ്. അപ്പോൾ ഇനി നമ്മുടെ മലയാളത്തിലെ വീണ്ടും തിരക്കേറിയ ഒരുപാട് ചിത്രങ്ങളുമായിട്ട്, കൈ നിറയെ ചിത്രങ്ങളുമായിട്ട് മലയാളത്തിലും തമിഴിലും തെലുങ്കിലും എല്ലാ സൗത്ത് ഇന്ത്യൻ ഭാഷകളിലും നിറഞ്ഞു നിൽക്കട്ടെ ഒരുപാട് കാലം എന്ന് കോമഡി സൂപ്പർ നൈറ്റിന്റെ പേരിൽ നമ്മൾ വിഷ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച് മേഘ്ന. ഇനിയും നല്ല നല്ല സിനിമകളും നല്ല നല്ല ഡയറക്ടേഴ്സിന്റെയും നടന്മാരൊക്കെ കൂടെയൊക്കെ അഭിനയിക്കാൻ സാധിക്കട്ടെ. എല്ലാവിധ ഹിറ്റായിട്ട് നമ്മൾ കോമഡി സൂപ്പർ നൈറ്റ് വേദിയിൽ ഇനിയും വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം അല്ലേ? എന്തായാലും